നമസ്കാരം. ബലു ബാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ലിസ്റ്റഡ് കമ്പനികളെ കുറിച്ചാണ്. പൊതുവേ നമ്മൾ പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ പഠിക്കുമ്പോഴും ഒക്കെ ഈ കമ്പനികളുടെ ടൈപ്പ് നമ്മൾ സ്ഥിരം പഠിക്കുന്നതാണ്. OPC, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി എന്നൊക്കെ പഠിക്കും. പക്ഷെ പൊതുവേ പഠിക്കാനായിട്ട് ടൈപ്സ് ഓഫ് കമ്പനി നോക്കുമ്പം ലിസ്റ്റഡ് കമ്പനി എന്നൊരു കാറ്റഗറി പൊതുവെ കാണാറില്ല. അതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് കുട്ടികൾക്ക് ലിസ്റ്റഡ് കമ്പനി എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും ഒരു ഒരു എന്താ പറയുക, ഒരു അവയർനെസ് കുറവാണോ എന്നൊക്കെ തോന്നി. പല ക്ലാസ്സുകളിൽ എടുക്കുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് കുറവാണെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ. കുട്ടികളെ, ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കമ്പനി ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. ടൈപ്പ് ഓഫ് കമ്പനി എപ്പോഴും OPCയും അതുപോലെ തന്നെ പ്രൈവറ്റും പബ്ലിക്കും അറിയാലോ. OPCക്ക് മിനിമം ഒരാൾ വേണം മെമ്പറായിട്ട്, പ്രൈവറ്റിന് 2 പേര് വേണം, പബ്ലിക്കിന് 7 പേര് വേണം. പക്ഷേ കമ്പനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ജനങ്ങളിൽ നിന്നും പൈസ സമാഹരിക്കാനായിട്ട് എളുപ്പമാണ്. അവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്ത് കമ്പനിയുടെ ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ പറ്റും. പക്ഷെ ഇത് പ്രൈവറ്റ് കമ്പനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ അതിന് പ്രൈവറ്റ് കമ്പനി എന്ന് പറയാൻ കാര്യം. അപ്പോൾ പബ്ലിക് കമ്പനിക്ക് മാത്രമേ ജനങ്ങളിൽ നിന്നും, പബ്ലിക് അറ്റ് ലാർജിൽ നിന്നും കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാം, ആ ഇൻവിറ്റേഷന് വേണ്ടി ഒരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യും, അതാണ് പ്രോസ്പെക്ടസ്. അപ്പോൾ ഒരു പബ്ലിക് കമ്പനി പ്രോസ്പെക്ടസ് വഴിയെ ഒരു പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോഴാണ് അതിനെ ലിസ്റ്റഡ് കമ്പനിയാക്കി നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ടിപ്പിക്കലി അതിൻ്റെ ടൈപ്പ് ഓഫ് കമ്പനി നമുക്ക് പറയാൻ പറ്റത്തില്ല. മറിച്ച് കമ്പനിക്ക് ക്യാപിറ്റൽ ആവശ്യമുള്ളപ്പോൾ, ഒത്തിരി ഫണ്ടിങ് ആവശ്യമുള്ളപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ് പബ്ലിക് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ പബ്ലിക് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാം. പബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആവാം, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആവാം, ഒരു പരിധിവരെയൊക്കെ പറയുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആവും. അത്തരം അവരെ നമുക്ക് ഇതിലോട്ട് നമ്മളെ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞവർക്ക് ക്ഷണിക്കാം. അതാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് മാത്രമേ ഒരു ലിസ്റ്റഡ് കമ്പനി ആവാൻ പറ്റത്തുള്ളൂ, അഥവാ പബ്ലിക് ഇഷ്യൂ നടത്താൻ പറ്റത്തുള്ളൂ. പബ്ലിക് ഇഷ്യൂ നടത്തുന്നത് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു പരസ്യം കൊടുത്തിട്ടാണ്, ഒരു ഓഫർ കൊടുത്തിട്ടാണ്. അതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ അതിന് ആദ്യം RHP, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്നും, അതിന്റെ ബിഡിങ്ങും പ്രൈസും നമ്പർ ഓഫ് ഷെയർസും ഒക്കെ ഫൈനലൈസ് ചെയ്തതിനു ശേഷം അതിന് പിന്നെ ഫൈനൽ പ്രോസ്പെക്ടസ് നമ്മൾ വിളിക്കും. അതിൻ്റെ അകത്ത് ഒത്തിരി ഞാൻ എങ്ങനെ ലിസ്റ്റഡ് കമ്പനിയിലോട്ട് പോകും എന്നുള്ളത് പ്രൊസീജിയർ അല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ലിസ്റ്റഡ് കമ്പനി എന്നുള്ളത്? അപ്പോ 3 P അങ്ങനെ ഓർക്കുക. 1 പബ്ലിക് ലിമിറ്റഡ് കമ്പനി, 2 പ്രോസ്പെക്ടസ് വഴി, 3 പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ. അപ്പോൾ 3 P എന്തൊക്കെയാണ്? 1 പബ്ലിക് കമ്പനി, 2 പ്രോസ്പെക്ടസ് വഴി, 3 പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ മാൻഡേറ്ററി ആയിട്ടും അതിന്റെ ഷെയർസ്, ഇഷ്യൂ ചെയ്ത ഷെയർസിനെ ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. അത് മാൻഡേറ്ററി ആണ്, ഓപ്ഷൻ അല്ല. അതുകൊണ്ട് പലർക്കും ലിസ്റ്റഡ് കമ്പനി ആവണോ വേണ്ട അങ്ങനത്തെ ഒരു ഇതൊക്കെ തോന്നുമല്ലോ. വീണ്ടും പറയുന്നു, മറക്കരുത്, പബ്ലിക് കമ്പനി പ്രോസ്പെക്ടസ് വഴിയെ പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ മാൻഡേറ്ററി ആയിട്ടും അതിന്റെ ഷെയർസ് നമ്മൾ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാനായിട്ട് ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനിയുടെ ഷെയർസ് ട്രേഡ് ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കുന്നതിന്, ലിസ്റ്റ് ചെയ്യുന്നതിന്, അവിടുത്തെ എന്താ പറയുക, ബ്രൗസറിൽ ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നതും. അങ്ങനെ കമ്പനിയുടെ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെയാണ് നമ്മൾ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നാഷണൽ വൈഡ് ട്രേഡിംഗ് ഉള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വേണം ലിസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്കറിയാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ് ഇന്ത്യയിലെ നാഷണൽ വൈഡ് ലിസ്റ്റിംഗ് ഉള്ളത്. അപ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ജനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ എന്ന് തന്നെ പറയാം സമാഹരിച്ചതിന് ശേഷം ആ ഷെയർ ഹോൾഡേഴ്സിന് ആ കയ്യിൽ ഷെയർ വെച്ചിരിക്കുന്നത് അവർക്ക് അങ്ങനെ ഐഡിയലായിട്ടിരിക്കും. അതിന് പകരം അതിനെ ട്രേഡ് ചെയ്യും. അതിനെ ട്രേഡ് ചെയ്യാനാണ് നമ്മൾ ഇന്ത്യയിൽ സെബിയുടെ കീഴിൽ സെക്കൻഡറി മാർക്കറ്റ് ഉള്ളത്, അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉള്ളത്.
ഇപ്പോൾ പബ്ലിക് ഇഷ്യൂ നടത്തുക എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി പ്രോസ്പെക്ടസ് വഴി പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ അതിന് IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്നും, വീണ്ടും ഒരിക്കൽ IPO നടത്തിയ കമ്പനി വീണ്ടും പബ്ലിക് ഇഷ്യൂ വരുമ്പോൾ FPO, ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്നോ ഫർദർ പബ്ലിക് ഓഫർ എന്നോ വിളിക്കാറുണ്ട്. അപ്പോ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ല. പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഷെയർസ് പബ്ലിക്കിൽ നിന്നും ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുമ്പോൾ ആ ഷെയർസിന് ട്രേഡ് ചെയ്യാൻ കൊടുക്കുക, ബൈയിനും സെല്ലിനും ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. സെബി LODR റെഗുലേഷൻസ് പ്രകാരവും അതിനു മുമ്പുള്ള സെബി ICDR റെഗുലേഷൻ, 2 റെഗുലേഷൻസ് ഉണ്ട്. ICDR റെഗുലേഷൻസ് ഉണ്ട്, LODR റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ ലിസ്റ്റിംഗ് വന്നിട്ട് മാൻഡേറ്ററി ആണ്. നാഷണൽ വൈഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വേണം ലിസ്റ്റ് ചെയ്യാനായിട്ട്. അതിന് നിങ്ങൾക്കറിയാം NSE അല്ലെങ്കിൽ BSE. അപ്പൊ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് ചോദിച്ചെന്നുണ്ടെങ്കിൽ, ഒന്ന് ട്രേഡബിലിറ്റിയാണ്. നിങ്ങളുടെ കമ്പനിയുടെ ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയറിന്റെ മൂല്യം നിർണ്ണയിക്കാനായിട്ടും അതിന്റെ വാല്യുവേഷന് വേണ്ടി നിങ്ങൾ അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ജനങ്ങൾ നല്ല കമ്പനികളിൽ ഷെയർ എടുക്കുന്നു, അത് ഹോൾഡ് ചെയ്യുന്നു, അവർക്ക് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയായി മാറുന്നു, ട്രേഡ് ചെയ്യുന്നതിലുള്ള ലിവറേജ് എടുക്കുന്നു, അതിനനുസരിച്ച് കൂടുതൽ സെൽ ഓൺ പ്രൈസ്, കൂടുതൽ പ്രൈസ് ആവുമ്പോൾ അതിന് വിൽക്കുന്നു, കുറഞ്ഞ പ്രൈസിൽ അത് മേടിക്കുന്നു. അങ്ങനെ ആ ഷെയർസ് വന്നിട്ട് നിങ്ങളുടെ കമ്പനിയുടെ ഷെയർസ് വന്നിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ HDFC ബാങ്കിന്റെ ഷെയർസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, റിലയൻസിന്റെ ഷെയർസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഇൻഫോസിസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമ്പനിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടും നിങ്ങളുടെ കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സിനെ ബേസ് ചെയ്തിട്ടും നിങ്ങളുടെ കമ്പനിയിലോട്ട് വരുന്ന അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ച് വരുന്ന ന്യൂസ് ഫ്ലോ അനുസരിച്ചും ആ കമ്പനിയുടെ ഷെയറിന്റെ മൂല്യം കുറയും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴും, കമ്പനിയുടെ പെർഫോമൻസ് ക്വാർട്ടർലി റിപ്പോർട്ട്സ് പെർഫോം ചെയ്യുമ്പോഴും, നല്ല ന്യൂസ് ഫ്ലോസ് വരുമ്പോഴും, ഗ്രോത്ത് പ്രോസ്പെക്ട്സ് കൂടുതലുള്ളപ്പോഴും കമ്പനിയുടെ മൂല്യം കൂടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഷെയർ മാർക്കറ്റിലെ ഓരോ കമ്പനിയുടെ ഷെയറും ഡെയിലി കൂടാനും കുറയാനും അല്ലെങ്കിൽ വൊലാറ്റിലിറ്റി നടക്കാനുള്ള സാധ്യത ഉള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാർക്കറ്റ് ഡിമാൻഡ് സപ്ലൈ ഡിപ്പെൻഡേറ്റ്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി ആവുന്നത് എന്തിന് എന്നൊരു ചോദ്യം ചോദിക്കുന്നില്ല. പബ്ലിക് ലിമിറ്റഡ് കമ്പനി പ്രോസ്പെക്ടസ് വഴി പബ്ലിക് ഇഷ്യൂ നടത്തിയാൽ മാൻഡേറ്ററി ആയിട്ടും ഷെയർസ് ലിസ്റ്റ് ചെയ്യണം. അത് ഷെയർ ഹോൾഡറെ സംബന്ധിച്ചോളം ഫർദർ ഷെയർസ് എടുക്കാനും അതുപോലെ തന്നെ ഷെയർ എക്സിറ്റ് ചെയ്തിട്ട് പോകാനും, അതിനാണ് നമ്മൾ ബൈയും സെല്ലും എന്ന് പറയുന്നത്, അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. അവർക്ക് ലിക്വിഡിറ്റി കിട്ടുന്നു, എക്സിറ്റ് ഓപ്ഷൻ കിട്ടുന്നു, ഫർദർ ഷെയർസ് എടുക്കാൻ പറ്റുന്നു. അത്തരത്തിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഷെയർസിൽ അവർക്ക് ട്രേഡ് ചെയ്ത് അതിൽ നിന്നും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഒരു ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ ഒരു വാല്യൂ അപ്രിസിയേഷനോ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കമ്പനിയെ സംബന്ധിച്ചോളം അവരുടെ കമ്പനിയുടെ ഷെയർ വന്നിട്ട് നാഷണൽ വൈഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന അഡ്വാൻറ്റേജ് ലിക്വിഡിറ്റിയാണ്. അതുപോലെ തന്നെ അവർക്കുണ്ടാവുന്ന അഡ്വാൻറ്റേജ് മാർക്കറ്റ് അപ്രിസിയേഷൻ ആണ്, മാർക്കറ്റ് വാല്യൂ അപ്രിസിയേഷൻ ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയറിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് ഒരു എക്കണോമിക് ബെഞ്ച് മാർക്ക് ആവും, ഒരു ബാരോമീറ്റർ ആവും അവരുടെ കമ്പനിയുടെ മൂല്യം. അവർക്ക് ഡേ ടു ഡേ ബേസിസിൽ, മിനിറ്റ് ബൈ മിനിറ്റ്സിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രേഡഡ് പ്രൈസിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമ്മൾ TV-യിൽ പലപ്പോഴും ഒരു കമ്പനിയുടെ മൂല്യം ഇത്രയാണ്, ഇത്ര കോടിയാണ്, അല്ലെങ്കിൽ പ്രൊമോട്ടറിന്റെ ആസ്തി ഇത്ര കോടിയാണെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെച്ചിരിക്കുന്ന ഷെയറിന്റെ നമ്പറും ഒരു ഷെയറിന് മാർക്കറ്റിൽ ഇപ്പോഴത്തെ വാല്യൂ എത്ര എന്നുള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ മൂല്യനിർണ്ണയം പറഞ്ഞില്ല, വാല്യുവേഷന് വേണ്ടിയാണ് ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഒരു ബെഞ്ച് മാർക്കായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല പെർഫോം ചെയ്യുന്ന കമ്പനികളുടെ മാർക്കറ്റ് വാല്യൂ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയും അവർ ഡേ ടു ഡേ ബേസിസിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പറയത്തില്ല, ട്രേഡിംഗിന്റെ വോളിയം കൂടുന്നതനുസരിച്ചും വാല്യൂ കൂടുന്നതനുസരിച്ചും അവരുടെ കമ്പനിയുടെ മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയും അതുപോലെ ആ ഷെയർ വച്ചിരിക്കുന്നവരുടെ ഷെയറിന്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയാം. എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി IPOക്ക് പോയി, ഞാൻ ഷെയർ അപ്ലൈ ചെയ്തു, അതിന്റെ ഷെയറിന്റെ വില 100 രൂപയാണ് വയ്ക്കുക. ഞാൻ ഒരു ഷെയർ എടുത്തെടുത്ത് വയ്ക്കുക, അപ്പൊ 100 രൂപ, ഒരു ഷെയർ 100 രൂപ. അത് തിങ്കളാഴ്ച രാവിലെ 10:30 ലിസ്റ്റ് ചെയ്തു, സ്റ്റോക്ക് എക്സ്ചേഞ്ച് കണ്ടില്ല, മണിയൊക്കെ അടിച്ച് ലിസ്റ്റ് ചെയ്യുന്നു, ട്രേഡിങ്ങിന് വിടും. ട്രേഡിംഗ് വെച്ചാൽ ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതോടുകൂടി അതിൽ ഡിമാൻഡും സപ്ലൈ അനുസരിച്ച് ഷെയറിന്റെ മൂല്യം വാല്യൂ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അത് 110 ആവും, 120 ആവും, 107 ആവും, അങ്ങനെ കൂടി. അന്ന് വൈകിട്ട് ക്ലോസ് ചെയ്തപ്പോൾ 121 രൂപയിൽ ക്ലോസ് ചെയ്താൽ ഞാൻ ആ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡറാണ്. ഞാൻ IPO നടത്തിയപ്പോൾ ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത ആളാണ്. 100 രൂപയ്ക്ക് ഞാൻ എടുത്ത ഷെയറിന്റെ വില ഇപ്പൊ 120 രൂപയായി. ഒരാഴ്ച ട്രേഡിംഗ് കഴിഞ്ഞപ്പോൾ 180 രൂപയായി എന്ന് വയ്ക്കുക. അപ്പൊ കണ്ടോ, ഒരു ഷെയർ ഞാൻ 100 രൂപയ്ക്ക് എടുത്തപ്പോൾ അതിന്റെ മൂല്യം, ട്രേഡഡ് വാല്യൂ, മാർക്കറ്റ് പ്രൈസ് വാല്യൂ വന്നിട്ട് 180 രൂപയായി. ഒരു ഷെയറിൽ തന്നെ എനിക്ക് 80 രൂപ വാല്യൂ അപ്രിസിയേഷൻ കിട്ടി. എനിക്ക് അതിന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ക്വിക്കായിട്ട് തന്നെ ഡിമാറ്റ് അക്കൗണ്ട് വഴി, ബ്രോക്കർ വഴി നിങ്ങൾക്ക് വിൽക്കാം, 80 രൂപ ലാഭം കിട്ടി. അപ്പോൾ ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചോളം ട്രേഡബിലിറ്റി,
ഇല്ല, എനിക്ക് കുറച്ചുകൂടി ഷെയർ എടുക്കണം, മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഷെയർ ഉണ്ട് ആ കമ്പനിയുടെ, ഒരു 100 ഷെയർ കൂടെ, ഒരു ഷെയറിലുള്ളൂ 99 ഷെയർ കൂടെ മേടിക്കാം. അങ്ങനെ ഒരു ഷെയർ ഹോൾഡറെ സംബന്ധിച്ചോളം ഷെയർ എപ്പോഴും വേണമെങ്കിലും മേടിക്കാനും വിൽക്കാനും പറ്റും. കമ്പനിയെ സംബന്ധിച്ചോളം മൂല്യവർധന ഒരു ഇൻഡിക്കേറ്ററായി, വാല്യുവേഷൻ ഒരു ഇൻഡിക്കേറ്ററായി, മാർക്കറ്റിലെ ഷെയറിന് എന്താണ് നമ്മൾ പറയത്തില്ലേ, നമുക്കൊരു ട്രേഡബിലിറ്റി നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്, വാല്യൂ അപ്രിസിയേഷൻ ഉണ്ടാവുന്നു, ബ്രാൻഡ് വാല്യൂ ഉണ്ടാവുന്നു. ഇതിനൊക്കെ പുറമെ ഒരു ബെഞ്ച് മാർക്ക് ഓഫ് വാല്യുവേഷൻ ഒരു ലിസ്റ്റഡ് കമ്പനീസിന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് പോസിറ്റീവായിട്ട് പോകുമ്പോഴാണ്, അതുപോലെ നെഗറ്റീവായിട്ട് പോകുമ്പോഴും വാല്യൂ താഴോട്ടും പോകാൻ സാധ്യതയുണ്ട്. ചീത്ത ന്യൂസുകൾ വരുമ്പോൾ, ഇപ്പോൾ ഇടയ്ക്ക് HDFC ബാങ്കിനെ കുറിച്ച് അവിടുത്തെ വൈസ് ചെയർ റിസൈൻ ചെയ്തു എന്നൊരു ന്യൂസ് വന്നപ്പോൾ അതിന്റെ ഷെയറിന്റെ വില 2 ദിവസം കൊണ്ട് തന്നെ അറൗണ്ട് 80-90 രൂപ കുറഞ്ഞു. അപ്പൊ അങ്ങനെ തിരിച്ചും വാല്യുവേഷൻ, അപ്പൊ അത്രത്തോളം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നമ്മൾ പബ്ലിക്കിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ട്രേഡ് ചെയ്യാനായിട്ട്. അവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ഉണ്ട്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട്. ഇവരെല്ലാവരും നമ്മളെ ഷെയർ മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാവരുടെയും ഒരു വികാരം, ഞാൻ പറയുന്നത് എല്ലാവരുടെയും ഒരു സെൻസ്, മാർക്കറ്റിന്റെ പൾസ് നിങ്ങളുടെ ഷെയറിലെ വാല്യൂവില്, മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റഡ് കമ്പനീസ് ഇത്രയും പേര് വരെയും പിന്നെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടും പല സ്ഥലങ്ങളിലും. എല്ലാം കൊണ്ട് തന്നെ ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് ബ്രാൻഡ് വാല്യൂ കമ്പാരിറ്റീവ് കൂടുതലാണ്, വാല്യുവേഷൻ കൂടുതലായിരിക്കും. ഇത് പ്ലസും മൈനസും ഉണ്ടാകുന്നുള്ള മറക്കരുത്. ഇങ്ങനെയാണ് നമ്മൾ, ഇല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ലിസ്റ്റഡ് കമ്പനി എന്ന് വിളിക്കുന്നത്. അപ്പൊ ലിസ്റ്റഡ് കമ്പനി മീൻസ് എ കമ്പനി ഹൂസ് ഷെയർസ് ആർ ലിസ്റ്റഡ് ഫോർ ട്രേഡിംഗ് അറ്റ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. കുട്ടികളെ, ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ, ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് പൈസ സമാഹരിക്കുന്നത് പോലെ തന്നെ വെളിയിലും ഇന്ത്യക്ക് പുറത്തും നമുക്ക് ഇതുപോലെ തന്നെ പൈസ സമാഹരിക്കാം. അറിയാലോ അല്ലെ, അമേരിക്കൻ ഡെപ്പോസിറ്റ് റിസിപ്റ്റ് ഇഷ്യൂ ചെയ്തോ, ഗ്ലോബൽ ഡെപ്പോസിറ്റ് റിസിപ്റ്റ് ഇഷ്യൂ ചെയ്തു, ADRO JDRO ഇഷ്യൂ ചെയ്തു, ഒരു ഡെപ്പോസിറ്ററി ബാങ്ക് വഴിയും നിങ്ങൾക്ക് ഇതുപോലെ പുറത്ത് എന്ത് ചെയ്യാൻ പറ്റും, പൈസ സമാഹരിക്കാൻ പറ്റും. അപ്പൊ അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അവിടുത്തെ കൺട്രിയുടെ നിയമപ്രകാരം നിങ്ങൾ ലിസ്റ്റ് ചെയ്യേണ്ടി വരും. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതുപോലെ തന്നെ നാസ്ഡാക്കിലും ഒക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യേണ്ടി വരും. ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ HDFC ബാങ്ക്, ഇൻഫോസിസ് പോലത്തെ കമ്പനികളെല്ലാം ഇന്ത്യക്ക് വെളിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ഗ്ലോബൽ ഡെപ്പോസിറ്റ് റിസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കമ്പനിയുടെ മൂല്യം അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻഫോസിസിന്റെ ഇപ്പോഴത്തെ മൂല്യം അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പീസ്, ഒരു ഷെയറിന്റെ വില എടുത്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ. പണ്ട് 1 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത ഷെയർ അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉള്ള ഷെയറിന് ഇപ്പൊ ഇത്ര രൂപ എന്ന് പറയുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ വാല്യുവേഷൻ ഓഫ് ദ ഷെയർ. ഇതിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ബൈ സെൽ പ്രഷറിന് പുറമെ കമ്പനിയുടെ PE റേഷ്യോ, EPS, ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, എക്സ്പാൻഷൻ, എന്താണ് മാർക്കറ്റ് ഷെയർ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഫാക്ടർ ചെയ്തിട്ടാണ് ഒരു കമ്പനിയുടെ ഷെയറിന്റെ മൂല്യം മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മറക്കരുത്. അപ്പൊ ഇനിയെങ്കിലും ലിസ്റ്റഡ് കമ്പനി കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, ഇന്ത്യയിൽ വളരെ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് ഒരു 12,000 എന്ന് പറയാം, 12,000 കമ്പനികളുടെ ഷെയർ ആക്റ്റീവ്ലി ട്രേഡഡ് ആണ്. അത് NSEയുടെ ഇതാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെന്നുണ്ടെങ്കിൽ NSEയിൽ വന്നിട്ട് 50 സ്റ്റോക്സ് ആണ് NSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇൻഡെക്സിൽ വരുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സിന്റെ പേരാണ് നിഫ്റ്റി. അവിടെ 50 ഷെയർ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള 50 ലിസ്റ്റഡ് കമ്പനീസിന്റെ ഷെയർ ട്രേഡ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ആണ്, ഇൻഡെക്സ് ആണ് NSE നിഫ്റ്റി എന്ന് പറയുന്നത്. ഇതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇൻഡെക്സിന്റെ പേരാണ് സെൻസെക്സ്. അവിടെ ഇന്ത്യയിലെ ട്രേഡ് ചെയ്യുന്ന മെയിൻ ആയിട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുതലുള്ള 30 കമ്പനിയുടെ ഷെയർസ് ആണ് അത് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്, BSEയിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസ് ചെയ്തിട്ട് ആദ്യത്തെ 30ഉം NSEയിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസ് ചെയ്തിട്ട് ആദ്യത്തെ 50ഉം അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ TV-യിൽ എന്നും കാണുന്ന എന്നാണ് ഇൻഡെക്സ് കാണുന്നത്. ഇപ്പോൾ ഞാൻ ക്ലോസ് ചെയ്ത് 23,114 എന്ന് വെച്ചാൽ ഇൻഡെക്സിന്റെ വെയിറ്റഡ് ആവറേജ് നമ്പറാണ്. അപ്പൊ ഇങ്ങനെ അതിന്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസ്, ഓരോ കമ്പനിയുടെ ഷെയറിന്റെ വില കൂടുന്തോറും ഇൻഡെക്സ് കൂടിക്കൊണ്ടിരിക്കും. അതിന്റെ അകത്തുള്ള ഷെയർസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇൻഡെക്സിന്റെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്ഥിരം കാണുന്നത്. ഇത് ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ വരാം. അപ്പൊ ഇത് കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ലിസ്റ്റഡ് കമ്പനി എന്ന് വെച്ചാൽ കമ്പനിയുടെ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് മാത്രമേ ഇത് അനുവദിക്കപ്പറ്റത്തുള്ളൂ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനും മറ്റുള്ള കമ്പനികൾക്ക് ഇതിപ്പോൾ നമുക്ക് പറ്റത്തില്ല. കാരണം അവരുടെ ഷെയർസ് വന്നിട്ട് ക്ലോസ്ലി ഹെൽഡ് ആണ്, വൈഡ്ലി ഹെൽഡ് അല്ല. മറ്റൊരു വിഷയവുമായിട്ട് വിൽസർ വീണ്ടും വരാം. നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ തന്നെ എന്തെങ്കിലും വേറെ വീഡിയോസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോസോ കരിയർ ഗൈഡൻസോ ടോപ്പിക്സ് എന്ന് സജസ്റ്റ് ചെയ്താൽ അത്തരം വീഡിയോസ് എന്റെ ചാനലിൽ ഞാൻ സമയം കിട്ടുന്നതിന് അപ്ലോഡ് ചെയ്യാം.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോസ് ഷെയർ ചെയ്യും, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. സ്വന്തം ബിജു ബാലകൃഷ്ണൻ.